കോൺഗ്രസിന് വോട്ട് ചോദിക്കാൻ പോലും പ്രാദേശിക തലത്തിൽ ആളില്ലെന്ന് കെ മുരളീധരൻ. ബൂത്ത് അടിസ്ഥാനത്തിൽ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങും, എന്നിട്ട് ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടാകില്ല. ആര് മുഖ്യമന്ത്രിയാകുമെന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് കെ മുരളീധരൻ. കെ സുധാകരനും വി ഡി സതീശനും പരോക്ഷ വിമർശനം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ശരിക്കും കെ മുരളീധരന്റെ പിണക്കം മാറ്റാനായി കെ സുധാകരൻ അടക്കമുള്ളവർ അദ്ദേഹവുമായി ചർച്ച നടത്തിയെങ്കിൽ പോലും ആ ചർച്ചയ്ക്കൊന്നും ഫലം കണ്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ. ഇനി പൊതുപരിപാടിയിൽ താൻ പങ്കെടുക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കെ മുരളീധരൻ പറഞ്ഞത്? ദേവിക, ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കെ മുരളീധരൻ പങ്കെടുക്കുന്ന ആദ്യത്തെ പാർട്ടി പരിപാടിയായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിൽ വെച്ച് ചേർന്ന ആര്യനാട് മണ്ഡലത്തിൻ്റെ കോൺഗ്രസിൻ്റെ മണ്ഡലത്തിൻ്റെ പഠന ശിബിരം എന്ന് പറയുന്നത്. ഈ പഠന ശിബിര വേദിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് സംസ്ഥാനതല പരിപാടികളിൽ തൽക്കാലം താൻ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. തൽക്കാലം പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പമാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നു. അതിനുശേഷമാണ് ഈ രീതിയിൽ സംസ്ഥാന പഠന ശിബിരത്തിൽ സംസാരിക്കുമ്പോൾ കൂടുതൽ പാർട്ടിയിലെ നിലവിലത്തെ രീതികൾക്കെതിരെ കൂടുതൽ വിമർശനം അദ്ദേഹം ഉയർത്തിയത്. പ്രത്യേകിച്ച് അദ്ദേഹം ഏറ്റവും അധികം എടുത്തു പറഞ്ഞൊരു കാര്യം പ്രാദേശിക തലത്തിൽ വോട്ട് ചോദിക്കാൻ കോൺഗ്രസിന് ആളില്ല എന്നുള്ളതാണ്. പ്രാദേശിക തലത്തിൽ മറ്റ് സംഘടനകളെല്ലാം വളരെയധികം ആളുകളുമായി വോട്ട് ചോദിക്കാൻ ഇറങ്ങുമ്പോൾ കോൺഗ്രസിനായി പോകുന്നത് 1-2 പേർ മാത്രമാണ്. ഈ പലയിടത്തും ബൂത്ത് കമ്മിറ്റികൾക്കായി കണക്ക് പറഞ്ഞ് കാശ് വാങ്ങും. പക്ഷേ ഈ കാശ് പലരും അത് കീശയിലാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടാകാത്ത സാഹചര്യം പലയിടത്തും ഉണ്ട്. അങ്ങനെ പ്രാദേശിക തലത്തിൽ നിൽക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ നോമിനേഷൻ സമ്പ്രദായത്തെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. നിലവിൽ പാർട്ടിയിൽ നടക്കുന്ന ഒരു രീതി പ്രാദേശിക തലത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെയും മറ്റും നിർണ്ണയിച്ച് മുകളിലേക്ക് അയക്കുമ്പോൾ ജില്ലാ തലത്തിൽ നിന്നും മറ്റും ഇത് വെട്ടുന്നു. ഇതിനുശേഷം മറ്റൊരാളെ, ആ പ്രാദേശിക തലത്തിൽ പരിചയമൊന്നും ഇല്ലാത്ത ഒരാളെ അങ്ങോട്ടേക്ക് കെട്ടിയിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന രീതിയിലും കെ മുരളീധരൻ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സംഘടനാപരമായ വീഴ്ച അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. കാരണം തൃശ്ശൂരിൽ വളരെ നാമമാത്രമായ കുടുംബയോഗങ്ങളിൽ മാത്രമാണ് താൻ പങ്കെടുത്തത്. എന്നാൽ BJPയുടെ സ്ഥാനാർത്ഥി വളരെയധികം കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് തൃശ്ശൂരിലെ സാഹചര്യം തനിക്ക് അറിയില്ലായിരുന്നു. വടകരയിലായിരുന്നെങ്കിൽ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കണം എന്നുള്ള കാര്യത്തിൽ തനിക്ക് വ്യക്തത ഉണ്ടായിരുന്നു എന്നൊരു പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി പറയേണ്ടത് കർണാടകയിൽ എങ്ങനെയാണ് DK ശിവകുമാറും സിദ്ധരാമയ്യയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി ആര് മുഖ്യമന്ത്രിയാകണം എന്നൊരു തീരുമാനമെടുത്തത്. അതിന് സമാനമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകണം. ആ രീതിയിൽ ഒരു പരോക്ഷ വിമർശനം KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും നേർക്കും ഉയർത്താനും കെ മുരളീധരൻ മടിച്ചിട്ടില്ല. ദേവിക, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.